ഹായ് ഹലോ എവരിബഡി. അപ്പോൾ ഇതായിരിക്കും നമ്മളെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വലിയ വീഡിയോ അല്ലേ? ഓഫ്, ഇവിടെ നിർത്തിയിട്ട കാറ് മാരകമായി ഓടിച്ചു പോകുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ലുലുമോളിൽ എന്തിനാ പോകുന്നത്? ഷോപ്പിംഗ്. ആർക്ക് ഷോപ്പിംഗ്? അതാണ് അത്ര ഇൻട്രസ്റ്റ് അല്ല കേട്ടോ, പാവാണ്. എനിക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴും ആർക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴും ആഷിക്കാണ് ഇൻട്രസ്റ്റ്. ഞങ്ങൾ കാർ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബാക്കി ലുലുമോളിലെത്തിയിട്ട് കാണാം. ബൈ. നല്ല അടിപൊളി ക്ലൈമറ്റിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വെതർ എന്നൊക്കെ പറഞ്ഞ ആൽക്കഹോളിക് വെതർ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ പറയാം. ഇനി അതല്ല, നല്ല ചൂട് കാപ്പിയും ചൂട് പഴംപൊരിയും കഴിക്കാൻ പറ്റുന്ന വെതർ എന്ന് പറയേണ്ടവർക്ക് അങ്ങനെയും പറയാം. ഒരുപാട് സംസാരിക്കുന്ന പാർട്ട്ണർ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ആഷി എന്നും നല്ലൊരു ലിസണറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ വോളിയത്തിൽ പാട്ടിട്ട് വലിയ വോളിയത്തിൽ സംസാരിച്ച് ഞങ്ങൾ അവിടെ എത്തിയത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. ലുലു മോളിലെത്തി, നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ലുലു മോളിലേക്കുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. വീക്ക് ഡേ ആയിട്ട് പോലും ഇവിടെ പാർക്കിംഗ് ഇല്ല അല്ലേ? നമ്മൾ വേറൊരു ബിൽഡിങ്ങിൽ ഉള്ള ലുലുവിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറി. ഇവിടെ ഒരാളെല്ലാ ലിഫ്റ്റും പ്രസ് ചെയ്യുന്നുണ്ട്. ഏതാ വരാമെന്നറിയില്ല ആദ്യം അല്ലേ? ഇനി നമുക്ക് വേറൊരു ഗസ്റ്റും കൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാ ഗസ്റ്റ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, എന്തായാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം അല്ലേ, അത് ഞങ്ങളെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഒരു തേർഡ് വീൽ ഗസ്റ്റാണ്. നമുക്ക് നോക്കാം ആരാണ്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്ത് പറഞ്ഞാലും അവസാനം അല്ലേ ഇല്ലേ എന്ന് ആഷിനോട് ചോദിക്കുന്നുണ്ട്. വീക്ക് ഡേ ആയിട്ട് പോലും നല്ല സൂപ്പർ ട്രാഫിക്കിൽ പെട്ട ഞങ്ങൾ എങ്ങനെയൊക്കെയോ നടന്ന് ലുലു മോളിലെത്തി. പിന്നെ ഷോപ്പിംഗ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഐറ്റം ആയതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും അതിന് സ്പെൻഡ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളൊരു മൈൻഡ് സെറ്റ്. ആഷി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയൊരു ഗ്യാപ്പിൽ ഞാൻ ചെന്ന് അറിയാതെ പെട്ടൊരു സെക്ഷനാണിത്. എന്താണെന്നറിയില്ല, ഇവിടെ എപ്പോഴും അങ്ങ് സ്റ്റക്കാവും. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഡ്യൂട്ടീസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ അങ്ങ് വെച്ച് പിടിച്ചു. എന്തിനാണ് ഈ ഷോപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി അടുത്ത വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാവും. എന്താണ് വേണ്ടത് എന്ന് ഏകദേശം ഒരു ധാരണ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം എടുത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഷോപ്പ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒരു സ്ഥലത്തു നിന്നാണ് ഷോപ്പ് ചെയ്തതെന്ന്. അല്ല, അങ്ങനെ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് കയറി. അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനം അങ്ങ് കിട്ടി. അത് ട്രയൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടുത്ത പരിപാടിയിലേക്ക് അങ്ങ് കയറി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഇതാണ് നമ്മുടെ സ്വന്തം തേർഡ് വീൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾ മധുവിധു കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 10 മണീൻ്റെ ഷോവിന് 9:50 ഫുഡ് വാങ്ങുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. കാരണം സമയം 10 മണി അതിക്രമിച്ചിരുന്നു. എന്ത് വന്നാലും സബ് ടൈറ്റിൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തിയേറ്ററിൽ എത്തണം എന്നുള്ള വാശിയിലായിരുന്നു ഞങ്ങൾ. ഇത് കാണുമ്പോൾ ആരും ജഡ്ജ് ചെയ്യരുത്. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ എത്തുന്നൊരു ശീലമാണ്. പക്ഷേ ഇന്ന് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഡിലേ ആയത്. ആഷി ഓടുന്ന ഓട്ടവും 10:10 സമയവും എല്ലാം കൂടെ കണ്ടിട്ട് സ്കിഡായി ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ട് ചിരി അടുക്കി പിടിക്കാൻ പറ്റാണ്ടാണ് ഞങ്ങൾ നടന്നത്. ഇനിയും ഓടിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സീൻ എന്തായാലും മിസ്സാവുമെന്ന് ഉറപ്പുള്ള ഞാൻ ഒറ്റ ഓട്ടം അങ്ങ് ഓടി. സാധാരണ ഇങ്ങനത്തെ ഒരു സിനാറിയോയിൽ ദേഷ്യമാണ് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, ചിരിച്ചിട്ട് മര്യാദയ്ക്ക് ഓടാനും പറ്റുന്നുണ്ടായിരുന്നില്ല.
സമയമില്ലാ സമയത്തും ഈ ആത്മാർത്ഥത കാണിക്കുന്ന അവന്തിക ബിജോയിനെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യാതെ പോകരുത്. പിന്നെ ചമ്മിയത് കൊണ്ട് വേഗം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ അത് ഞങ്ങൾക്കൊരു പുത്തരി അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓടിക്കയറി. ഞങ്ങൾ ഓടിക്കയറുമ്പോൾ ഞങ്ങളെ മുന്നിൽ ഓടിയൊരു ചേട്ടനെ ഞങ്ങൾക്ക് കാണുന്നുണ്ടായില്ല. ഞാൻ നോക്കുമ്പോൾ അതാ ആ ഒരു നിഴലവിടെ നിൽക്കുന്നത് കണ്ടു. ആ നിഴലായിരുന്നു അവൻ. അതെ, ഞങ്ങൾ പോയത് മധുവിധു കാണാനാണ്. അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് മൂവി കണ്ടത്. കല്യാണം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത പോലൊരു ഫീല്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സേ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. എന്താണ് എങ്ങനെയുണ്ടായിരുന്നു മൂവി? ചിരിക്കാനുണ്ടോ? ഇത് മൈക്ക് ചിരിക്കാനുണ്ടോ? ഉണ്ട്, ചിരിക്കാനുണ്ട്. നൈസ്. ഞാൻ റിവ്യൂ എടുക്കുന്ന അങ്ങനെ ഷോപ്പിങ്ങും മൂവിയും ഫുഡടിയും എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് തിരിച്ചു നടന്നു. നമ്മുടെ മൂന്നാമനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അവളെ അവളുടെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വിട്ടു. ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞു. ഈ ഇറങ്ങാൻ നേരത്ത് ബായ് പറയാൻ നേരത്ത് വരുന്നൊരു ടോപ്പിക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു 5 minutes ടോക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെയും ഇരുന്ന് ആ 5 minutes ടോക്കും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അതെന്താണെന്നറിയില്ല, അതെപ്പോഴും അങ്ങനെയാണ്. ഈ പോകാൻ നേരത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ പറഞ്ഞു. ഈ പ്രാവശ്യം റിയലായിട്ട് ബായ് പറഞ്ഞു. ഞങ്ങളും ബായ് പറഞ്ഞിങ്ങ് പോന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.